എല്ലാ വർഷവും മെയ് 2ാമത്തെ ഞായറാഴ്ചയാണ് നോർമലായിട്ട് മദേഴ്സ് ഡേ ആഘോഷിക്കാറുള്ളത്. അത് ഈ ഒരു വർഷം വരുമ്പോഴത്തേക്ക് മെയ് 12-ാം തീയതി ആണല്ലോ. നമ്മളെ ഇത്രയും ഒക്കെ ആക്കി നമ്മളെ കഷ്ടപ്പെട്ടൊക്കെ ഇത്രയും വളർത്തിയ ഒരു അമ്മയ്ക്ക് വേണമെങ്കിൽ നമുക്ക് ആ ഒരു ദിവസത്തിൽ ഒരു സർപ്രൈസ് ഒക്കെ കൊടുക്കാവുന്നതാണ്. എല്ലാ വർഷവും നമ്മൾ വിചാരിക്കും മദേഴ്സ് ഡേ എന്നുള്ള ദിവസം നമ്മൾ കാണുമ്പോൾ വിചാരിക്കും ഇന്ന് നമുക്കൊന്നും വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയില്ലല്ലോ. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അത് ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അവർക്ക് ഇഷ്ടപ്പെടുന്ന അതെന്തെങ്കിലും വാങ്ങിക്കൊടുക്കാം, ഇല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടുപോകാം, ഇല്ലെങ്കിൽ ഫുഡ് ആയിക്കോട്ടെ, എന്ത് മെറ്റീരിയൽ ആയിക്കോട്ടെ, എന്ത് നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കും. അത് ചെറുതോ വലുതൊന്നുമില്ല. അവരുടെ ഒരു ചെറിയ സന്തോഷം എന്താണ്, അന്നൊരു ദിവസം നമ്മൾ അവരെ ഓർത്ത് ഇത് ചെയ്തല്ലോ എന്നൊരു അവർക്കൊരു സന്തോഷം നമുക്ക് നൽകുമെന്ന. നമുക്ക് മാന്നാർ ക്രാഫ്റ്റ് ഇത് പറയുമ്പോഴത്തേക്ക് കുറെ ഐറ്റംസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് മദേഴ്സ് ഡേക്ക് കൊടുക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസ് നമുക്ക് ഇന്ന് പരിചയപ്പെടാം. ഇപ്പോൾ ഹോം മേക്കർ ഒക്കെയാണ്, നിങ്ങളുടെ അമ്മ ജോലിക്കൊന്നും പോകുന്നില്ല, കൂടുതലും കിച്ചണും കാര്യങ്ങളും ഒക്കെയാണ്. ഹോം മേക്കർ ആയിട്ട് ഇല്ലെങ്കിൽ പാചകം ചെയ്യാനും കുക്ക് ചെയ്യാനൊക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ നമുക്ക് മാന്നാർ ക്രാഫ്റ്റിന്റെ ഇപ്പോൾ ഒരു ബ്രോൺസിന്റെ ഇപ്പോൾ ഉരുളി ടൈപ്പ്, ഇപ്പോൾ ഉരുളിയാണെങ്കിൽ പല സൈസ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഉരുളി വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം, ഇല്ലെങ്കിൽ ഉരുളിയുണ്ട്, കടായി ഉണ്ട്, ഇല്ലെങ്കിൽ അച്ചപ്പത്തിന്റെ നല്ല അച്ചപ്പമൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ അച്ചപ്പത്തിന്റെ അച്ചുകളൊക്കെ വേണമെങ്കിൽ കൊടുക്കാം. ഫ്രൈ പാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇതുപോലത്തെ കാസ്റ്റ് അയണിന്റെ പല ഇപ്പൊ കടായി ആയിക്കോട്ടെ, സ്കില്ലറ്റ് ആയിക്കോട്ടെ, ഫ്രൈ പാൻ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ദോശത്തവ ആയിക്കോട്ടെ, അങ്ങനെയുള്ള ഒട്ടനവധി പ്രൊഡക്റ്റുകളുണ്ട്. അതൊക്കെ വേണമെങ്കിൽ കൊടുക്കാം നമുക്ക്. നിങ്ങളുടെ അമ്മ ഒരു കോഫി ലവർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലത്തെ ഇത് കോഫി ഫിൽറ്റർ ആണ്, കോഫി ഫിൽറ്ററോ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഉള്ള ഡെവറ സെറ്റും കാര്യങ്ങളും ഒക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നതാണ്. അതല്ല ഒരു വർക്കിംഗ് വുമൺ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ ഉള്ള കോപ്പറിന്റെ ബോട്ടിലും കാര്യങ്ങളും ഹെൽത്തി ആയിട്ടുള്ള കോപ്പർ ബോട്ടിലൊക്കെ വാങ്ങിച്ചു കൊടുക്കാവുന്നതാണ്. അതല്ല ഇത്തിരി ഒരു ഡെക്കർ എൻതൂസിയാസ്റ്റ് ആണെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ ഉള്ള നെറ്റിപ്പട്ടങ്ങളോ ഈ നെട്ടൂർ പെട്ടികളോ ഇല്ലെങ്കിൽ ഈ ആറന്മുള കണ്ണാടിയൊക്കെ ഉണ്ട്, നല്ല പ്രീമിയം ആയിട്ടുള്ള ലുക്കൊക്കെ ഉള്ള പല മോഡൽസ്, ഇതെല്ലാം പല മോഡലൊക്കെ ഉണ്ട്. ഇതുപോലുള്ള ആറന്മുള കണ്ണാടികളോ ഇല്ലെങ്കിൽ ചെറിയ പൂവൊക്കെ ഇട്ട് വെക്കാൻ പറ്റുന്നത് ഇതുപോലുള്ള ഷീറ്റിന്റെ ഉരുളികളും കാര്യങ്ങളൊക്കെ കൊടുക്കാം. അതല്ല ഇപ്പൊ ഇത്തിരി സ്പിരിച്വൽ ആയിട്ട് ഒക്കെ ഉള്ളവരാണെങ്കിൽ വേണമെങ്കിൽ ചെറിയ നിലവിളക്കുകളോ ഇതുപോലുള്ള കിണ്ടികളോ ഒക്കെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. ഇതുപോലുള്ള ചെറിയ ദിയകളോ ഇതുപോലുള്ള കൈമണികളോ ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ചെറുതെന്നോ വലുതെന്നോ എന്നോ ഒന്നുമില്ല, നമുക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അതിപ്പം ഇതൊക്കെ മാന്നാർ ക്രാഫ്റ്റിന്റെ ഐറ്റംസ് ആണ്. ഇത് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ്. നമുക്ക് വേൾഡ് വൈഡ് ഡെലിവറി ഒക്കെ ഉള്ളതാണ്. ഇത് നമുക്ക് ഓർഡർ ചെയ്ത് എത്രയും പെട്ടെന്ന് തന്നെ മദേഴ്സ് ഡേക്ക് മുമ്പൊക്കെ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നതാണ്. മാന്നാർ ക്രാഫ്റ്റ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, അവർക്ക് താല്പര്യം എന്ത് പ്രൊഡക്റ്റ് ആണോ അത് നിങ്ങൾ ഉറപ്പായിട്ട് വാങ്ങിച്ചു കൊടുക്കുക. അവർ ഒരു സർപ്രൈസ്, ഒരു സന്തോഷം ഉണ്ടാക്കാൻ കൊടുക്കേണ്ടതാണ്.